Now, I am indeed honorable to welcome our presenting partner, Mr. Rafiq Ahmed, Chairman and Managing Director, Mango Hyper. Moving on to the video of Mango Hypermarket. Behind every successful enterprise, there is a visionary. Someone who dares to dream beyond limitations, who works not just for business, but for people, for communities, and for a brighter tomorrow. Mr. Rafiq Ahmed is one such visionary. From modest beginnings with nothing more than determination in his heart and belief in his vision, he carved a path that many would later admire and follow. As the chairman and managing director of Mango Hypermarket, he has redefined the way thousands of families experience shopping. What began as an idea has today grown into a trusted household name, a chain of hypermarkets that stands tall in both reputation and reach. But what truly sets him apart is not just the expansion of Mango Hypermarket. It is the value behind that growth. For Mr. Rafiq Ahmed, every store is not just a business, but a service. Every customer is not just a buyer, but a family member. Every employee is not just a worker, but a partner in progress. Under his leadership, Mango Hyper has flourished into a modern hub of quality, affordability, and excellence. With multiple branches, hundreds of employees, and thousands of satisfied customers, the brand reflects his philosophy: growth with purpose, success with humanity. He's a leader who inspires with action, a businessman who believes in ethics, and above all, a human being whose journey tells us that nothing is impossible when hard work meets vision. Youth India presenting Metro Medical Business Conclave, brought to you by Mango Hyper. Ladies and gentlemen, please give a big round of applause to welcome Mr. Rafiq Ahmed, Chairman and Managing Director, Mango Hyper, for the felicitation. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈകിയ വേളയിൽ ഒരു ദീർഘമായ പ്രഭാഷണത്തിനില്ല, ചെറുതായി 2-3 കാര്യങ്ങൾ പറയുക എന്ന കർത്തവ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇവിടുന്ന് കിട്ടി. അത് നമുക്ക് കുവൈത്തിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസബിൾ ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ പുറമെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആൾറെഡി ഇവിടെ ഉള്ള ബിസിനസ്സുകാർ തന്നെ നല്ല കഴിവുകളുള്ള ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ കുവൈത്തിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ എൻ്റെ ബിസിനസ്സുകളുള്ളതുകൊണ്ട് എനിക്ക് കൂടുതലായി മറ്റ് GCC രാജ്യങ്ങളിൽ അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്, റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് കുവൈത്തിൽ ചെയ്യുന്നതിൽ കൂടുതലായി മറ്റ് GCC രാജ്യങ്ങളിൽ പെർഫോം ചെയ്യും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇവിടെ പറയുകയാണ്. ആരും എന്ത് വേണ്ട അത് വെച്ച് ഞങ്ങളിതെങ്ങനെയാണ് ആ മറ്റ് GCC രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പേടിയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അത് മാറ്റണം എന്ന ഒരു ഉപദേശം മാത്രമാണ് എനിക്കിവിടെയുള്ള റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്. പിന്നെ മറ്റ് എത്തിക്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സംസാരിച്ച് കഴിഞ്ഞതാണ്, അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്നിരുന്നാലും നാട്ടിലേക്കുള്ള ക്ഷണം ഞങ്ങൾ സ്വീകരിച്ചു. മുസ്തഫ സാഹിബും എൻ്റെ ഒരു റിലേഷനും കൂടിയാണ്. മാത്യു സാറ് അനുഭവത്തിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ അവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങളുണ്ടായിരുന്ന ആ എക്സ്പീരിയൻസിലൂടെയാണ് നിങ്ങളത് മാനേജ് ചെയ്യുന്നത്. ഞങ്ങളൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തേണ്ടിയിരിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ഈ പരിപാടിയും കേട്ട് നാളെ തന്നെ നാട്ടിലേക്ക് കെട്ടാൻ ആരും ഒരുങ്ങണ്ട എന്നുള്ള ഞാൻ പറയുന്നത്. മൂന്നാമതായി
ഇനി നാട്ടിലേക്ക് ആരെങ്കിലും ബിസിനസ്സുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൗണുകളിലെ മാളുകളിലേക്ക് പോകണ്ട, ഗ്രാമങ്ങളിലെയാണ് ഇപ്പം കൂടുതൽ ബിസിനസ് സാധ്യതകളിലെന്നും കൂടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഗ്രാമങ്ങളിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ടൗണുകളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വരുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് എനിക്ക് നാട്ടിലുള്ള ചെറിയ ബിസിനസ്സുകളിൽ എനിക്ക് മനസ്സിലായത്. ഞാൻ ആ ഒരു പരീക്ഷണത്തിലും കൂടിയാണ്. കാരണം പല സ്ഥലങ്ങളിലും പല ഏരിയകളിലും അങ്ങനെ നല്ല വിജയിച്ചതായി കാണുന്നത്. കാരണം റെൻറ്റ് അതുപോലെ എക്സ്പെൻസുകളൊക്കെ കുറവാണ്. അതുമാത്രമല്ല, നല്ല കാലാവസ്ഥയിലും നല്ല അന്തരീക്ഷത്തിലും നല്ല പ്രൊഡക്ടിവിറ്റിയിലും ഗ്രാമങ്ങളിൽ ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് ടൗണുകളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ടൗണിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഗ്രാമീണ മേഖലയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനാണ് എന്നതാണ് ഇപ്പോഴുള്ളൊരു മാറ്റം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തുകയാണ്. 4-മതായി, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ബിസിനസ്സുകാരല്ല എന്നറിയാം. പല ജോബുകളിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബിസിനസ്സുകൾ നിങ്ങൾ മാളുകളിലും മറ്റ് ഈ പറയുന്ന ഓഫീസ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാനുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടുകളിലുണ്ട്. കാരണം ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടുന്ന നാടുകളാണ് നമുക്കറിയാമല്ലോ. നാണ്യവിളകളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ കേരളം. നാണ്യവിളകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപാട് നാണ്യവിളകൾ നമുക്ക് ശേഖരിക്കാം. നമുക്ക് ഒരുപക്ഷെ 1, 2, 3 വർഷത്തെ അതിൻ്റെ ഹിസ്റ്ററി നോക്കി അത് എങ്ങനെയാണ് വില കൂടുന്നതും കുറയുന്നതും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യം, അത് പല സമയങ്ങളിലും കൂടിക്കുറഞ്ഞു വരും. ആ കൂടിക്കുറഞ്ഞു വരുന്ന സമയങ്ങൾ ഏതാണ്, അതിൻ്റെ റീസൺ എന്താണ്, കുറയാനുള്ള റീസൺ എന്താണ്, ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വില എത്രയാണ്, അത് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ശമ്പളത്തിന് പുറമെ നല്ല ഒരു വരുമാനം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഈ സദസ്സിനെ ചെറുതായിട്ടുള്ളൊരു 30% ആൾക്കാരേ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ ഭക്ഷണത്തിലേക്ക് പോയി, അവരെങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇതുപോലെ ഒരു സദസ്സ് ഞാനിപ്പോൾ 25 വർഷമായി 26-ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് കുവൈത്തിൽ. പല പരിപാടികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഇവിടെയുള്ള ബിസിനസ്സുകാരോടൊക്കെ പല ആവശ്യങ്ങളും പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ബിസിനസ്സുകാർക്ക് വേണ്ടി, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു സംഘടന ഇറങ്ങിയത് എന്ന ഒരു സന്തോഷകാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളോടുള്ള കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുകയാണ്. എൻ്റെ ഈ പരിപാടിക്ക് എന്നെയും എന്നെ ഈ നിലയിൽ വളർത്തിയ ഈ കുവൈത്ത് എന്ന രാജ്യത്തിലെ പ്രവാസികളായ നിങ്ങളോടും എൻ്റെ കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you so much. Now to accept the token of love, I call upon Mr. Muhammad Ali OP, Operation Manager, Mango Hyper, and I welcome Mr. Anas Khalid Khalifa Al Khalifa to present the memento to Mr. Muhammad Ali OP. Thank you so much, Mango Hyper. Speaker പറഞ്ഞതുപോലെ തന്നെ the way you encouraged us, dedicated us, യൂത്തിൻ്റെക്ക് നിങ്ങൾ തന്നിട്ടുള്ള എൻകറേജ്മെൻറ്റ്, the way you made us to think out of the box, അതാണ് ഈ ഇവൻറ്റിനെ കുവൈറ്റിൽ ഒരു ലാൻഡ്മാർക്ക് ഇവൻ്റായി മാറ്റിയത്. നന്ദിയും കടപ്പാടുകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.